ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഷാജിദ ഷാജി യൂട്യൂബിൽ കുറച്ച് ദിവസമായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാജിദ ഷാജിയുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ പ്രത്യേകത ഉണ്ട്. അതിലെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതുകൊണ്ട് തുറന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ കിളിമാറിയ അവസ്ഥയിലാവും. അത് സമാധാനത്തോടെ ഉള്ള ഒരു സംഗതിയല്ല അവിടെ പൊതുവേ ഉണ്ടായിരിക്കുക. അവിടുത്തെ വൈബ് എന്ന് പറയണമെങ്കിൽ ബഹളം, കുത്തിത്തിരിപ്പ്, കുറ്റം പറച്ചിൽ, ജെട്ടി ഡാൻസ്, അവസാനം ജെട്ടി ഡാൻസിൽ വരെ എത്തി നിൽക്കുകയാണ്. അതും സ്വന്തം ഉമ്മാൻ്റെ ജെട്ടി ഡാൻസാണ് ഇട്ടിട്ടുള്ളത്, പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അൻ്റെ ജെട്ടി ഇങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ട്. അൻ്റെ ജെട്ടി ഡാൻസ് ഞാൻ ഇടും, നോക്കിക്കോ, ഞാനിട്ടത് വൈറലാവും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്യണത്. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കള്ളുടിയന്മാരാക്കുക, അവർ തെറി വിളിക്കുക, ഇതൊക്കെ വീഡിയോ കൊടുക്കും. ഇങ്ങനെയുള്ള ഒരു സകലകലാ വല്ലഭയാണ് ഷാജിദ ഷാജിയുടെ യൂട്യൂബ് ചാനലും എന്താ പറയുക, കാണണമെങ്കിൽ ഒരു മിനിമം തൊലിക്കട്ടി നമുക്ക് ആവശ്യമുണ്ട്. ഷാജിയുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഞാനങ്ങനെ കാര്യമായിട്ട് അങ്ങനെ എങ്ങനെയുള്ള യൂട്യൂബ് ചാനലൊന്നും പറയില്ല. ഞാനധികം അവരെ ചാനൽസ് എപ്പോഴും കാണലില്ല. ഇത് എന്തെങ്കിലും കോൺട്രവേഴ്സികളൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് നോക്കുന്ന അവസ്ഥ. ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു കേസിലിങ്ങനെ എത്തി നിൽക്കുകയാണ് അവർ. സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അവർക്ക് 5 മക്കളെന്ന് തോന്നുന്നു, 5 മക്കളുള്ളത്. അപ്പോൾ ഇത്രയും മക്കളെ, അതും ഭർത്താവ് മരിച്ചിട്ട് അവർ ആ മക്കളെ വളർത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയണതാണ്. ഇവരുടെ ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാജിയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ അവർ ഭർത്താവ് ഇല്ലാണ്ട് ഈ മക്കളെ 3 മക്കളെന്തോണം ഈ മൂത്തറിൽ അത് വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉമ്മയുടെ ജെട്ടി ഡാൻസ് ഇടുന്നതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവസാനം ഇടുകയും ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ ഇതിനിടയ്ക്ക് ഒരു ലൈവിൽ വന്നിട്ട്, ലൈവിലൊക്കെ പച്ചത്തെറി കേട്ടോ, തെറി വിളിക്കും, ഭീകര തെറിയാണ്. അപ്പോൾ എനിക്കെന്ന് മനസ്സിലായത്, ഇതിൻ്റെയൊക്കെ തെറികളുടെ ഒരു ഡിക്ഷണറി പോരാ, അവരുടെ 7 അയലത്തെത്തൂല, നമ്മളൊക്കെ ശിച്ചുവാണ് അങ്ങനെ നോക്കുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഷാജിയുടെ ലൈവുകളുടെ പ്രത്യേകത, ആരെങ്കിലും ഒരാളിങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തട്ട കിട്ടില്ലേ, അല്ലെങ്കിൽ നിസ്കരിച്ചില്ലേ, അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ പച്ചത്തെറി. അതായത് ഏത് സ്ഥലത്ത് ഇരുന്നിട്ടാണോ ഇവർ സംസാരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ബോധമൊന്നുമില്ല, അങ്ങോട്ട് തെറി വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ സദായിട്ട് നിന്നിട്ട് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞു, അതൊന്നല്ല പറയണേ. ഞാൻ ഇത് അവരുടെ ലൈഫിൽ എന്തോ ചെയ്തോട്ടെ, പക്ഷേ ഇത് കാണുമ്പോൾ നമ്മളൊരു സാധാരണക്കാരൻ ലെവലിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സാധനം എന്താ വെച്ചാൽ, ഞാൻ ആലോചിച്ച് ഒരു ബേക്കറിയിൽ ഇരുന്നിട്ട് ഇപ്പോൾ ഒരു ലൈവ് ചെയ്യുക ഫോർ ഇൻസ്റ്റൻസ്. അപ്പോൾ ചുറ്റും ആളുകളുണ്ട്, അപ്പോൾ ജ്യൂസൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവരിൻ്റെ ഇടയിൽ ഇങ്ങനെ ആ പൂന്നൊക്കെ കൊണ്ട് തെറി വിളിച്ചുകൊണ്ടിരിക്കുക ലൈവിൽ കമൻറ്റ് ചെയ്ത ആളുകൾക്ക് എതിരെ. അപ്പോൾ ഇത് ആളുകൾ കാണൂലേ, ആൾക്കാരെ കുറച്ച് അന്തവിട്ടൊക്കെ നോക്കണ്ടായിരിക്കില്ലേ. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക എന്താ ഇതിൻ്റെ ഒരു അവസ്ഥ അത്. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് കളിക്കാതെ വിചാരിച്ചേട്ടാ, പിന്നെ വേണ്ട എന്തിനപ്പോൾ അത്. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ ഈ കുട്ടികളെയും കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് ഇവരിങ്ങനെ പറയണട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പുറത്ത് ഇന്ന് പറയണതൊക്കെ നമുക്ക് കേൾക്കുക, എന്നിട്ട് ഉമ്മാനെ ന്യായീകരിക്കുക. ഉമ്മൂമ്മ കള്ളത്തരം പറയും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഈ മരിച്ചു പോയ ഭർത്താവിനെ കുറിച്ച് പറയണം. ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് പോയി, ഞങ്ങൾ സുഖമായിട്ടാണ് ജീവിക്കണത്, അങ്ങനെയൊക്കെയാണ് വർത്താനം പറയണത്. അപ്പോൾ ഇവർ അവിടുത്തെ നാട്ടുകാർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടുകാരെ വർത്താനം നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. അത് ഏത് നാട്ടിൽ പോയാലും നമ്മളെക്കുറിച്ച് ആരെക്കുറിച്ച് വെച്ചാലും നാട്ടുകാർ എല്ലാവരും നല്ല പറയും, കുറ്റം പറയുന്നവരുണ്ടായിരിക്കും. അതെന്താവട്ടെ നമ്മൾ പറഞ്ഞു വരുന്നത്, ഷാജി വളരെ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്, 2 ലക്ഷം എന്താണ് സബ്സ്ക്രൈബേഴ്സ്, 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് ചാനലിൽ. അത് 9-10 മാസം കൊണ്ട് ഉണ്ടാക്കിയ വേറെ ചില്ലറ കളിയല്ലേ, നമുക്ക് അറിയാവുന്നതാണ്. അപ്പം ഷാജിയുടെ ഈ തെറിവിളി കേൾക്കാനും ഇങ്ങനെയുള്ള ചീഞ്ഞളിഞ്ഞ സംഭവങ്ങൾ വീഡിയോസ് കാണാനും ആളുകളുണ്ട്. അപ്പോൾ യൂട്യൂബിൽ എന്തിട്ടാലാണ് കാശുണ്ടാക്കാൻ പറ്റിയത് മൂപ്പത്തേര് കൃത്യമായിട്ട് അറിയാവുന്നത്. ഒന്നല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുക, അല്ലെങ്കിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട്. മൂപ്പത്തേര് ബഹളം ഉണ്ടാക്കുകയാണ്. അതായത് അതിലൊരു വീഡിയോ ഉണ്ട്, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഇതിനിടയ്ക്ക് കണ്ട ഒരു വീഡിയോ, അവരുടെ മകൻ്റെ പ്രോഗ്രസ് കാർഡ് മാർക്ക് ലിസ്റ്റ് കണ്ടിട്ട് പൊട്ടിക്കരയാണ്. നല്ല പഠിച്ചവനെ എങ്ങനെയൊക്കെ എല്ലാവരും ടീച്ചേഴ്സിൻ്റെ കുട്ടീനെ തോൽപ്പിച്ചില്ലേ എന്നൊക്കെ അങ്ങനത്തൊക്കെ പറഞ്ഞ് കരയുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ഇടും. അപ്പോൾ ഇത് കാണാൻ ആളുകളുണ്ട്, നമുക്കറിയാവുന്നതാണ്. ഈ സീരിയലിൻ്റെയൊക്കെ ഒരു വൈബുള്ള, അത് സീരിയലുകളൊക്കെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുകൾ, ഇത് അവർക്ക് ഇതൊക്കെ ഒരു എന്താ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അയ്യോ ആ പെണ്ണുമ്പിള്ള കരയണമൊക്കെ എന്താ സംഗതി എന്നൊക്കെ. ഇത് ചില ആളുകൾ കമൻറ്റ് വായിക്കാൻ വേണ്ടി മാത്രം ഇവരുടെ വീഡിയോസ് ക്ലിക്ക് ചെയ്ത ആളുകളുണ്ട്. ഇപ്പോൾ കുറച്ച് പേര് അതിലേക്കൊക്കെ കമൻറ്റ് കമൻറ്റ് നോക്കാൻ വന്നവർ എന്നൊക്കെ. പിന്നെ ചിലർ വീട്ടിൽ ഡിവോഴ്സ്ഡായ ആളുകൾ, ഭർത്താവ് മരിച്ച സ്ത്രീകൾ, അതേപോലെ തന്നെ എന്താ പറയുക, ചെറിയ കുട്ടികളെ നോക്കി ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾ, ഇവരൊക്കെ ഇവരെ യൂട്യൂബ് ചാനലിൽ ഒരുപാട്
ആളുകൾ ഇത് കാണുന്നുണ്ട് തോന്നുന്നു. കാരണം എനിക്ക് ഈ കമൻറ്റുകളിൽ നിന്ന് മനസ്സിലായത് അതാണ്. ഒരു പൊതുവെയുള്ളൊരു നേച്ചർ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, എനിക്ക് തോന്നിയതാണ്. എന്താ അവസ്ഥ അറിയില്ല. എന്തായാലും ഷാജിദ ഷാജിക്ക് വളരെ സക്സസ്ഫുള്ളായ ഒരു യൂട്യൂബ് ചാനലുണ്ട്. പക്ഷേ യൂട്യൂബ് ചാനൽ എന്നാ അടിച്ചു പോകാമെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ വയലൻസും ഇങ്ങനെ തെറികളും ഇങ്ങനെയുള്ള സംഗതികളൊക്കെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടൈമിൽ യൂട്യൂബ് തന്നെ പണി തരാനുള്ള നല്ല സാധ്യത ഉണ്ട്. ചിലപ്പോൾ ചാനൽ തന്നെ പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്തായാലും വളരെ കഷ്ടപ്പെട്ട് വളർത്തുന്ന ആളാണ് ഷാജിദ ഷാജിയ. കുട്ടികളെ വളർത്തും, ഭർത്താവിൻ്റെ മരണശേഷം കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനൊക്കെ അതാത്ത ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതാത്തനോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു. പലരും റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അവരെ യൂട്യൂബ് ചാനലിനെ കുറിച്ചിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് വരുന്ന താത്തയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീട് കാശ് കയറി വന്ന സമയത്ത് സംഗതി മാറി. പിന്നെ എല്ലാവരും തെറി വിളിക്കാൻ തുടങ്ങി, ഭർത്താവിന് കുറ്റം പറയാൻ തുടങ്ങി. പിന്നെ ആൾക്കാർ ഈ സദാചാരക്കാരിങ്ങനെ പറയും മറ്റുള്ളവരൊക്കെ ഇറങ്ങണം അങ്ങനെ. അതൊന്നും വലിയ രീതിയിൽ എടുക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ജെട്ടി ഡാൻസിൻ്റെ കാര്യമാണ്. ഇതെത്തിയപ്പോഴാണ് നമ്മുടെ ഒരു 60 വയസ്സുള്ള ഉമ്മാൻ്റെ ജെട്ടി ഡാൻസ് ഇട്ടിറക്കുകയാണ്. അപ്പോൾ ഇതാലോചിച്ചൊക്കെ ആരെങ്കിലും ഒരാൾ ഈ സാധനം ഡൗൺലോഡ് ചെയ്തിട്ട് ഏതെങ്കിലും സൈറ്റിൽ കൊണ്ട് അപ്ലോഡ് ചെയ്തെങ്കിൽ അവസ്ഥ ആലോചിച്ചു. കാലാകാലങ്ങളായിട്ട് അത് അവിടെ നിൽക്കും അല്ലേ. അപ്പോൾ ഇത് അതുമല്ല, ഈ വളർന്നു വരുന്ന കുട്ടികൾ ഈ തെറിയും കേട്ടിട്ടല്ലേ പഠിക്കണത്. ഇവർ സ്കൂളിൽ പോകുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ, ടീച്ചേഴ്സ് ഇവരൊക്കെ എങ്ങനെയാവും ഇവരെ പരിഗണിക്കുന്നുണ്ടാവും, ഇവരെങ്ങനെ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ മക്കളെ വളർത്താൻ കാശ് വേണം. അവർക്ക് നല്ലൊരു അന്തരീക്ഷത്തിൽ അവരെ വളർത്തണമെങ്കിൽ കാശ് വേണം, സൗകര്യങ്ങൾ വേണം, ഒക്കെ ശരിയാണ്. അപ്പോൾ താത്ത ഒരു പക്ഷേ അങ്ങനെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും യൂട്യൂബിൽ അവർ ലൈഫ് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇടുന്നത്. പക്ഷേ എനിക്ക് വേറൊരു കാര്യം കൂടി തോന്നുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ലൈഫിൽ പെട്ടു പോകുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് സമൂഹത്തോട് ദേഷ്യവും വെറുപ്പും ഒക്കെ തോന്നുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് സൈക്കോളജിക്കലി പ്രശ്നങ്ങളുണ്ടായിരിക്കാം. നമുക്ക് ഇമോഷണലി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആരും ഇല്ലാത്തൊരവസ്ഥ വന്നിരിക്കാം. അപ്പം അങ്ങോട്ട് തോന്നിയ പോലെ അങ്ങോട്ട് ചെയ്യേണ്ടായിരിക്കും. ഒരു പക്ഷേ അങ്ങനെയായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊക്കെ നമ്മുടേതായ പ്രാന്തുകളുണ്ട്. ഞാൻ പറഞ്ഞു മാത്രം. കാരണം ഇങ്ങനെയുള്ള ആളുകൾക്ക് ചില സ്ത്രീകളെ കണ്ടില്ല, ഇവരങ്ങനെ ചെയ്തിട്ട് എന്തും ചെയ്യും യൂട്യൂബിൽ എന്നുള്ളൊരവസ്ഥയിലൊക്കെ പലരും എത്തും. അപ്പോൾ ഞാൻ പറഞ്ഞ ചിലതൊക്കെ ശരിയാവില്ല. അപ്പോൾ പല ആളുകളും ഞാൻ അത് പരിപാടി നിർത്താൻ പോവാണ്, ഞാൻ അത് അവസാനിപ്പിക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോസും പലരും ഇട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ട്രോമ സ്റ്റേജിലേക്കൊന്നും ഇവർ എത്താണ്ടിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ലൈഫല്ലേ, നമ്മളാരും പെർഫെക്റ്റ് ഒന്നുമല്ല. നമ്മൾ ഈ ചില സമയത്ത് നമ്മൾ ഫുൾ ഡൗൺ ആയി പോകും. നമുക്ക് ചിലപ്പോൾ ആകെ ഒറ്റപ്പെട്ട പോലെ തോന്നുന്നുണ്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ ആളുകളെ തെറി വിളിക്കും, തല്ലും, ഇതൊക്കെ ചിലപ്പോൾ സംഭവിക്കാം. പക്ഷേ ഇതൊന്നും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ന്യായീകരിക്കുന്നതിന് കാര്യമില്ല. അതാത്ത എന്തായാലും കുട്ടികളെ വളർത്താനൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. വളരെ സക്സസ്ഫുള്ളായ യൂട്യൂബ് ചാനലുണ്ട്. ഇങ്ങനെ ഉമ്മാൻ്റെ ജെട്ടി ഡാൻസ് പോലുള്ള സാധനങ്ങളൊന്നും ഇല്ലാണ്ടിരുന്ന ഓവറായിട്ട് തെറി വിളിക്കുക എന്ന് പറഞ്ഞാൽ തെറികളുടെ കാര്യമില്ല. എനിക്ക് ഈ ഉമ്മാൻ്റെ ജെട്ടി ഡാൻസ് ഇട്ടൊക്കെയാണ് പ്രശ്നം. അപ്പോൾ അതുപോലെ ഈ കുട്ടികളെ എന്തായാലും ആളുകൾ ഇത് കണ്ട് രസിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതാണ് ആ താത്താൻ്റെ വിജയം, താത്താൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വിജയം. കാശ് ഇഷ്ടം പോലെ യൂട്യൂബ് ചാനൽ വഴി ആ താത്താൻ ഉണ്ടാക്കാൻ അറിയുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ താത്ത ബിഗ് ബോസിൽ കയറി പറ്റാനുള്ള എന്തെങ്കിലുമൊക്കെ ശ്രമമാണോ അതറിയാത്തത്. അതിങ്ങനെ ബഹളം ഇപ്പം ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ സമയത്ത് ബിഗ് ബോസിൻ്റെ ഈ ഓഡീഷൻ്റെയൊക്കെ ടൈമിൽ കാര്യമായി ബഹളം കൊട്ടുന്ന ടീംസ് ഉണ്ട്. അത് ബിഗ് ബോസിൽ കയറി പറ്റാനുള്ള ഒരു ഇതാണോ എന്നൊരു ഡൗട്ടുണ്ട്. വേണമെങ്കിൽ എടുത്തിങ്ങനെ പറയാൻ പറ്റും. പ്രശ്നേഷ്, അതേപോലെ അപ്പോൾ ഈ താത്ത, പിന്നെ ആരങ്ങനെ കുറേ ആളുകളുണ്ട്. ഞാൻ എല്ലാവരും ഇങ്ങനെ പേര് പറയുന്നില്ല. ഈ സമയത്ത് ഉണ്ടാക്കാൻ വൻ ബഹളങ്ങളാകുന്നു. അപ്പോൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടെങ്കിലേ ബിഗ് ബോസുകാർക്ക് ഇങ്ങനെയുള്ള ടീംസിനെയാണ് വേണ്ടത്, ബഹളക്കാരെ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു 3-4 കണ്ടസ്റ്റൻറ്റുകൾ കൂടി അവരുടെ അത് ആ ഷോയിലുണ്ടെങ്കിൽ അത് വേറൊരു ലെവലായിരിക്കും. അത് കാണാൻ ആൾക്കാരുണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ബിഗ് ബോസ് പോയിട്ട് ഷാജിദ താത്ത ചീത്ത വിളിക്കുന്നത്, തല്ലുകൂടത്, തെറി വിളിക്കുന്നത് അല്ലേ. ഷാജിദ അതിൽ ഒരു വീഡിയോയിൽ പറയുന്ന സാധനമുണ്ട്, അവിടുത്തെ നാട്ടുകാരത്ത് പറയുന്നത് എന്തോ തെറി വിളിച്ചിട്ടൊക്കെ പറയടാ, എൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിട്ട് അത് വൈറലാവടാ, അജ്ജ് വിചാരിച്ചാൽ അത് വൈറലാക്കാൻ പറ്റില്ല, ഞാൻ വിചാരിച്ചാൽ വൈറലാക്കാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ അയ്യോ അയ്യ. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ലോകം നമ്മളിവിടെ വീഡിയോ ഇട്ടിട്ട് ഓരോരുത്തരും തിരിഞ്ഞു നോക്കാമല്ല. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇതുണ്ടെങ്കിൽ വീഡിയോ വൈറലാവും, അല്ലെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരൂലേ. ഇത് ഞാൻ നാളെ മുതൽ തെറിവിളി തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ചുമ്മാ പറഞ്ഞ കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഒരു കുഞ്ഞ യൂട്യൂബ് ചാനലാണ്, നമ്മളിങ്ങനെ വളർന്നു വരുന്നുള്ളത്, ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബായ്. വേറെ വിഷയമായിട്ട് വേറെ വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ.